പത്തനംതിട്ടയിൽ 17-കാരന് അപകടത്തിൽ ദാരുണാന്ത്യം. പത്തനംതിട്ട കുഴിക്കാലയിലുണ്ടായ വാഹനാപകടത്തിലാണ് 17-കാരനായ സുധീഷ് മരിച്ചത്. ബൈക്ക് ഓടിച്ചിരുന്ന സുഹൃത്ത് സഹദ് മരിച്ച സുധീഷിനെ വഴിയിൽ ഉപേക്ഷിച്ചതായും ആരോപണമുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു ചേർന്നു. സുജു, രണ്ട് ദാരുണമായ സംഭവങ്ങൾ. ഒന്ന്, ഈ 17-കാരൻ വാഹനാപകടത്തിൽ മരിച്ചത്. അതിനേക്കാൾ ഞെട്ടിക്കുന്നതാണ് സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ചു പോയി എന്ന് പറയുന്ന വിവരങ്ങൾ. അത് സ്ഥിരീകരിക്കുന്നതാണോ? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? സിജു, അതായത് സുഹൃത്തായിരിക്കുന്ന സഹദ മരിച്ച ആളെ വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഈ അപകടത്തിൽ മരണപ്പെട്ട 17-കാരൻ സുധീഷിനെ റോഡ് സൈഡിൽ അപകടത്തെ തുടർന്ന് കിടക്കുന്നത് കാണാം. അതിന് തൊട്ടു പിന്നാലെ തന്നെ സഹദ് സുഹൃത്ത് ഈ വാഹനം എടുത്തുകൊണ്ട് ആ സ്ഥലത്തു നിന്ന് മാറിപ്പോകാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇന്നലെ വൈകിട്ട് 9:30 കൂടിയാണ് പത്തനംതിട്ട കുഴിക്കാല കാരൻവേലിൽ ഈ അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തെപ്പറ്റി പോലീസിന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ CCTV ദൃശ്യങ്ങളിൽ അപകട കാരണം വ്യക്തമല്ല. എതിർദിശയിലൊരു പെട്ടി ഓട്ടോ റിക്ഷ വരുന്നുണ്ട്. ഒരുപക്ഷെ ആ പെട്ടി ഓട്ടോ റിക്ഷയിൽ തട്ടിയതാകാം ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്ന സംശയം നിൽക്കുന്നു. സിജു സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ട് സഹദ് സുധീഷിൻ്റെ വീട്ടിലെത്തുകയും അങ്ങനെ സുധീഷിനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുകയായിരുന്നു. സഹദ് പറയുന്നത് സുധീഷ് തന്നോടൊപ്പം വരുന്നു എന്ന് ആവശ്യപ്പെടുകയും മിക്സർ മേടിക്കാൻ വേണ്ടിയാണ് താൻ ഇന്നലെ ഒരുമിച്ച് തന്നോടൊപ്പം എത്തിയെന്നാണ് ഈ സഹദ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അങ്ങനെ ഒരുമിച്ച് വരുന്ന വഴിയാണ് ഈ കാരൻവേലിലെത്തിയപ്പോൾ വാഹന അപകടമുണ്ടാകുന്നത്. എതിർദിശയിൽ വന്ന പെട്ടി ഓട്ടോറിക്ഷയിൽ തട്ടിയതാണ് അപകടമെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും സഹദ ഈ വാഹനം മറിഞ്ഞുടനെ തന്നെ സുധീഷിനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയാൻ ശ്രമിക്കുമായിരുന്നു. പിന്നീട് നാട്ടുകാരെത്തിയാണ് ഈ സഹദിനെ തടഞ്ഞു നിർത്തുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയ പോലീസ് സഹദിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സഹദിനെതിരെ ആറന്മുള പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അതായത് റാഷ് ഡ്രൈവിംഗ്, അപകടകരമായി വാഹനം ഓടിക്കുകയും അതിനെ തുടർന്ന് അപകടത്തിൽ ഒരാൾ മരണപ്പെട്ട കുറ്റം ചുമത്തിക്കൊണ്ടാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ഇപ്പോൾ സഹദിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും മനസാക്ഷി ഞെട്ടിക്കുന്നൊരു സംഭവം തന്നെയാണ്. ഒരുമിച്ച് ലൈസൻസ് കിട്ടാനുള്ള പ്രായവുമായിട്ടില്ല. സഹദിന് എത്ര വയസ്സുണ്ട്? സഹദിന് 23 വയസ്സാണ്. സഹദാണ് വാഹനം ഓടിച്ചിരുന്നത്. സഹദ് മീൻ കച്ചവടം നടത്തുന്ന വ്യക്തി കൂടിയാണ്. ഇവരും സുഹൃത്തുക്കളാണ്. വീട്ടിൽ നിന്ന് ഒരുമിച്ചിറങ്ങുന്നു. അതിലൊന്നും അസ്വാഭാവികതയില്ല. പക്ഷേ ഒരു ദാരുണമായ സംഭവം, അപകടം റോഡിൽ വെച്ചുണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം ഓടിക്കുന്ന രീതി അപകടകരം വിധമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം, ഇങ്ങനൊരു അപകടം ഉണ്ടായ ശേഷം സുഹൃത്തിനെ, അതായത് ഉറ്റ സുഹൃത്തായിരിക്കുന്ന ഒരുമിച്ചെത്തിയാളെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നു കളയാൻ ശ്രമിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന സംഭവം. ഇതുമായി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് സഹദ് ഒരു പക്ഷേ ഭയപ്പെട്ട് കാണും ഇങ്ങനെ സംഭവം നടന്നു കഴിയുമ്പോൾ. മദ്യപിച്ചിരുമായും സംശയമുണ്ട്. അതുകൊണ്ട് പോലീസ് എത്തിയാൽ താൻ കുടുങ്ങുമെന്ന ഭീതി മൂലം കടന്നു കളയാൻ ശ്രമിച്ചതാണെന്നൊക്കെ തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസിന് സഹദ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരമൊരു അപകടം ഉണ്ടാകുമ്പോൾ സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടതാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാധാരണ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അതിന് വിരുദ്ധമായാണ് സഹദിൻ്റെ പ്രവർത്തനം. ഇത് തന്നെയാണ് ഈ അപകടത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുന്നത്. സിജു, ശരി. സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വാഹനാപകടത്തിൽ 17-കാരന് ദാരുണാന്ത്യം. ഒപ്പം തന്നെ സഞ്ചരിച്ചിരുന്ന സുഹൃത്ത് അപകടത്തിൽപ്പെട്ട സുധീഷ് എന്ന 17-കാരനെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യം CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ താമസിയാതെ നൽകും എന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സുജു ടി ബാബു നൽകുന്നത്.